കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിലെ 6-ാം ദിവസം നമ്മളിന്ന് കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ നമ്മുടെ ജീവിതം നമ്മൾ സമർപ്പിക്കുന്നു. നമുക്കറിയാം, ഓരോ ദിവസം നമ്മൾ ജീവിതം കർത്താവിൽ സമർപ്പിക്കുമ്പോൾ ഓരോ ദിവസം വിശ്വാസത്തിലും ആധ്യാത്മികമായ ജീവിതത്തിലും വിശുദ്ധിയിലും നമ്മൾ കർത്താവായ യേശു മിശിഹായിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഓരോ നോയമ്പും നമ്മളെ സത്യരക്ഷയിലേക്കും സത്യവിശ്വാസത്തിലേക്കും ദൈവത്തിലേക്കും നമ്മളെ അടുപ്പിക്കുന്നു. പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാം, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളോളം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട 2 ചിന്തകൾ ഇത് തന്നെയാണ്. ഒന്നാമത്തെ ചിന്ത, നമ്മൾ ദൈവമാതാവിനെ സമർപ്പിക്കാം. രണ്ടാമത്തെ ചിന്ത, നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്നാമത്തെ ചിന്ത ഇതാണെന്ന്, ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ എത്രയോ കുറവ് വന്നിട്ടുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കുറവല്ല, അല്ലെങ്കിൽ മറ്റ് കുറവുകളല്ല. ദൈവമാതാവിൻ്റെ ജീവിതത്തിലുള്ള കുറവ് എന്ന് പറഞ്ഞാൽ, ഒന്നും അറിയാത്തൊരു കുഞ്ഞ്, ഒരു സ്ത്രീ പെട്ടെന്ന് ഗബ്രിയേൽ മാലാഖ മുമ്പിൽ കടന്നു വന്നുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞു. ഒന്നും അറിയില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം, ഈ അഭിവാദത്തിൻ്റെ അർത്ഥം എന്താണ് അറിയില്ല. പക്ഷെ അതേ സമയത്ത് മാതാവിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ കൽപ്പന അത് ഈ ഭൂമിയിൽ നമ്മൾ നിറവേറ്റുമ്പോൾ അതേ സമയത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മാതാവ് ഒന്നും ചിന്തിക്കാതെ യെസ് എന്ന് പറഞ്ഞു. പക്ഷേ പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് അതിൽ ചോദ്യചിഹ്നമുണ്ട്. പക്ഷേ മാതാവ് എല്ലാം തന്നെ സമർപ്പിച്ചപ്പോൾ നമുക്ക് 2-ാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ മുതൽ സകല തലമുറകളോളം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. 2-ാമത്തെ തലം ഞാൻ നേരത്തെ പറഞ്ഞു, അത് മനുഷ്യന്മാരാണ്, നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളെല്ലാം കടന്നു വരുന്നുണ്ട്. ചിലതെല്ലാം നമ്മൾ ഓരോ വ്യക്തികളുടെ പാപം മുഖേനാണ്, ചിലതെല്ലാം ദൈവത്തിൻ്റെ പരീക്ഷണമാണ്. എൻ്റെ കുഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാട് വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും എൻ്റെ കുഞ്ഞ് എന്നോടൊപ്പം നിൽക്കുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി കർത്താവായ യേശു മിശിഹ തരുന്ന ഒരു ചെറിയ കാലഘട്ടത്തിന് വേണ്ടി ഒരു ചെറിയൊരു സമയമാണ് കഷ്ടപ്പാടിൻ്റെ സമയം. ഇതിൻ്റെ അപ്പുറത്ത് വലിയ കൃപ, വലിയൊരു വിശ്വാസം നമ്മളെ കാത്തിരിപ്പുണ്ട്. ദൈവത്തിൽ വിശ്വാസം സമർപ്പിച്ചാൽ ദൈവം നമ്മളെ സത്യവഴിയിലേക്കും സത്യമായ ജീവനിലേക്കും ദൈവം നമ്മളെ നയിക്കും. ഈ കൃപയിലേക്കാണ് നമ്മൾ നയിക്കപ്പെടുന്നത്, ഈ കൃപയിലാണ് നമ്മൾ ചേർക്കപ്പെടുന്നത്. ഈ കൃപയാണ് നാളെ നമ്മുടെ അനുഗ്രഹം, നാളെ നമ്മുടെ അഭിഷേകം, നാളെ നമ്മുടെ വിശ്വാസം. ഇതേ കൃപയാണ് നാളെ നമ്മുടെ മക്കളുടെ വിശ്വാസം, നമ്മുടെ മക്കളുടെ ജീവിതത്തിലൊരു അനുഗ്രഹം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം വന്ന കുറവിനെ ദൈവമാതാവിലേക്ക് നമുക്ക് മാധ്യസ്ഥമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥയാൽ അത് അനുഗ്രഹമായി തീരാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 102-ാം സങ്കീർത്തനം 17-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കുകയും അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കും. നമ്മൾ യാചിക്കുമ്പോൾ ഒരിക്കലും ദൈവം മാറ്റിവെക്കത്തില്ല, തള്ളിക്കളയത്തില്ല. ഏത് തുറക്കാത്ത വാതിലും തുറക്കപ്പെടും. ഏത് പ്രശ്നത്തിനും ദൈവം പരിഹാരം നൽകും. എത്രത്തോളം നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിലും ആ കണ്ണുനീരിന് ദൈവം പുഞ്ചിരിയായി, സമാധാനമായി, അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ ഉയർത്തും.
നമുക്ക് നമ്മുടെ ജീവിതം കർത്താവിലേക്ക് സമർപ്പിക്കാം. അവിടുന്ന് നമ്മളെ ഉയർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഈ നോയമ്പ് പൂർത്തിയാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.